ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ് പായിക്കാട്ട്. ഇന്ന് സെപ്റ്റംബർ 8 പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും എല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, മാർച്ച് 8 എന്ന് പറയുന്നൊരു ദിവസം രാഷ്ട്രാന്തരീയ വനിതാ ദിനമായി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. എന്തിനാണ് അത് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു സ്ത്രീ വിമോചക അല്ലെങ്കിൽ സ്ത്രീ വിമോചന പ്രവർത്തക, അവരുടെ പേര് മാർഗരറ്റ് ഫുള്ളർ എന്നാണ്. മാർഗരറ്റ് ഫുള്ളർ. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ഇതാണ്: അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റുള്ളവരെ ഭരിക്കാനുള്ള അധികാരവുമല്ല, സ്വാഭാവികമായി വളരാനുള്ള സാഹചര്യവും ചൂഷണം, അനാവശ്യ പിരിമുറുക്കം എന്നിവയിൽ നിന്നുള്ള മോചനവുമാണ് ഈ സ്ത്രീ വിമോചന ശക്തി കൊണ്ട് അല്ലെങ്കിൽ സംഘടന കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അതിലെ അവസാന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. മറ്റുള്ളവരെ ഭരിക്കാനുള്ള ഒരു അധികാരമോ അവകാശമോ ഒന്നുമല്ല, മറിച്ച് സ്വാഭാവികമായി വളരാനുള്ള സാഹചര്യവും ചൂഷണം, അനാവശ്യ മാനസിക പിരിമുറുക്കം എന്നിവയിൽ നിന്നുള്ള മോചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ യുക്യാറ്റ് ഞാൻ ചെയ്യാതെ പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാളിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരേണ്ടതിൻ്റെ ഒരാവശ്യകത കാണിക്കുവാനാണ്. പരിശുദ്ധ അമ്മ അതാണ് നമുക്ക് കാണിച്ചത്. പരിശുദ്ധ അമ്മ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ച, അതായത് മറ്റുള്ള ബന്ധനങ്ങളിൽ നിന്നെല്ലാം മാറി, ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുത്ത് വന്ന് ആ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ഇതൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികതയിൽ നിന്ന് ഒരു അസ്വാഭാവികതയിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെന്നിട്ട് പൂർണ്ണമായി അത് വിശ്വസിക്കുകയാണ്. ദൈവത്തിൽ പൂർണ്ണമായ ഒരു ആശ്രയത്വ ബോധം കൊടുക്കുകയാണ്. ഈ ഒരു വിളിയാണ് എന്നിലും നിങ്ങളിലും നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായ ദൈവാശ്രയത്വ ബോധം, എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാഗ്നിഫിക്കാത്തിൽ, സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ ലോകത്ത് ഉള്ള ഒരു ശക്തിയുമല്ല, ദൈവമാണ് ഏറ്റവും വലിയ ശക്തി, എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധ അമ്മ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എപ്പോൾ നാം പൂർണ്ണമായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ. യുക്യാറ്റിൽ ഇന്നലെ കണ്ട ഒരു ചോദ്യം അതായിരുന്നു: യുക്തി കൊണ്ട് ദൈവാസ്തിത്വത്തെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ ദൈവാസ്തിത്വം മനുഷ്യൻ നിഷേധിക്കുന്നു? അത് പൂർണ്ണമായൊരു വിശ്വാസമില്ലായ്മയല്ലേ? ദൈവമെന്ന ആ സത്യത്തെ തിരിച്ചറിയാതെ, ദൈവമാണ് എൻ്റെ എല്ലാം എന്ന് തിരിച്ചറിയാതെ, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാതെ പോകുന്നതിൻ്റെ ഒരു ചിന്തയാണ് ദൈവാസ്തിത്വത്തെ നിഷേധിക്കാനായിട്ട് കാരണം അതിൽ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, അങ്ങനെ അറിഞ്ഞാൽ എൻ്റെ ജീവിതം ഒന്ന് മാറ്റേണ്ടതായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു സത്യം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഒന്ന് മാറുമ്പോൾ നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ
നമ്മുടെ ജീവിതം മാറുമെന്നുള്ള സത്യാവസ്ഥയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ ആഗ്രഹിച്ചാൽ ഇന്നിൻ്റെ ജീവിതമല്ല നമുക്കുണ്ടാകുന്നത്, നാളെ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും സംഭവിക്കും. അതുകൊണ്ടാണ് യോശുവ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നല്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട്, നമ്മിലുള്ള അശുദ്ധികളെല്ലാം മാറ്റിക്കൊണ്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിച്ചാൽ നാളെ എന്നല്ല, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകും. ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒരു മാറ്റം അനിവാര്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും പരമമായി നാം ചിന്തിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കതിന് സാധിക്കട്ടെ. സാധിക്കാഴികയൊന്നുമില്ല. മനസ്സ് വെച്ചാൽ നമുക്ക് ദൈവകൽപ്പനകൾ പാലിക്കുവാൻ പറ്റും. മനസ്സ് വെച്ചാൽ നമുക്ക് ദൈവകൽപ്പനകൾ പാലിക്കുവാനായിട്ട് സാധിക്കും. പ്രഭാഷകൻ 15:15. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.